കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് വാർഷിക പൊതുയോഗവും SSLC +2 ഡിഗ്രി വിജയിച്ച കുട്ടികളെ അനുമോദിക്കലും നടത്തി. പരിപാടി തരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ കോച്ചിംഗ് സെന്ററുകൾ സർക്കാർ തലത്തിലും അല്ലെങ്കിൽ പ്രൈവറ്റ് തലത്തിലുമെല്ലാം കേരളത്തിൽ വരുന്നു. തീർച്ചയായും രക്ഷിതാക്കൾ തന്നെ ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഡിഗ്രിയാണ് അതിന്റെ അടിസ്ഥാന യോഗ്യത. അപ്പൊ ആ പരീക്ഷയിലേക്ക് കുട്ടി എത്തുന്നതോടൊപ്പം തന്നെ സമാന്തരമായി കുട്ടിയുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി, ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള സ്കിൽ ഉൾപ്പെടെയുള്ള മറ്റു കുട്ടിയുടെ അറിവ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രത്യേകമായ ശ്രദ്ധ പൊതുവിൽ ചെലുത്തുന്ന സാഹചര്യമുണ്ട്. അതുകൂടി നമുക്ക് മറികടക്കാൻ സാധിക്കുക എന്നത് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിനിധി എന്ന രൂപത്തിൽ, പുതിയ കുട്ടികൾ എന്ന രൂപത്തിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇതൊന്നും രാഷ്ട്രീയം അല്ലെങ്കിൽ ഇതെല്ലാം മോശമാണ് എന്ന ചിന്തയിലേക്ക് മാറാതിരിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിലുടനീളം ഈ പറയുന്നത് പോലെ ഇത്തരം ഗവൺമെന്റുകളും നയങ്ങളും നിലപാടുകളും എല്ലാം സ്വാധീനിക്കപ്പെടും. ഇപ്പോ നിങ്ങൾ പഠിക്കുന്നു, 10ാം ക്ലാസ് +2 വരെ പഠിക്കുന്നു. ആ പഠിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ്. അല്ലാതെ വെറുതെ ഒരു 10 അല്ലെങ്കിൽ 10 വെറുതെ ഫ്രണ്ട്സൻ, അതിന് വകുപ്പുണ്ട്. ആ വകുപ്പിന് മന്ത്രിയുണ്ട്. ആ മന്ത്രിയെ സഹായിക്കാൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ IAS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന സംവിധാനം. ആ സംവിധാനത്തിന്റെ ഏറ്റവും താഴെ തലമാണ് ആലത്തൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് K. ശിവദാസ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി M. രാധാകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ഉണ്ണികൃഷ്ണൻ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവദാസ് വേലിക്കാട് മുഖ്യാതിഥിയായി. സംസ്ഥാന ട്രഷറർ V. അജിത് കുമാർ വിഷയം അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ CH. റഷീദ്, രാമചന്ദ്രൻ സുന്ദരൻ, ശുഭരാജ്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.